Hi, I am Rogers Juice, Managing Director of Alpha Academy and Genius Integrated School, ALAPPUZHA. 2023 +2 ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എടുത്ത് പഠിച്ച വിദ്യാർത്ഥികൾക്ക് മിലിറ്ററി നേഴ്സായി മാറാൻ ഒരു സുവർണ അവസരം എത്തിയിരിക്കുന്നു. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് joinindianarmy.nic.in. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 4. ഇങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ 2023 നീറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തിരിക്കണം. +2 ഈ സബ്ജക്റ്റുകൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷിൽ 50% ക്വാളിഫയിങ് മാർക്കും നേടിയിരിക്കണം. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ മിലിറ്ററി നഴ്സിംഗ് അഡ്മിഷന് എലിജിബിലിറ്റി ഉണ്ട്. എലിജിബിലിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് അഡ്മിഷൻ ലഭിക്കത്തില്ല. പകരം നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം 3 സെക്ഷനിലൂടെ നാം കടന്നു പോകണം. ഫസ്റ്റ് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. 40 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു എക്സാമിനേഷൻ. ഒരു ഉത്തരം ശരിയായിട്ട് എഴുതിയാൽ 2 മാർക്കും, തെറ്റ് ആൻസർ ചെയ്തു കഴിഞ്ഞാൽ 0.5 മൈനസും വരുന്ന എക്സാമിനേഷൻ. ഈ എക്സാമിനേഷനിൽ വിജയിക്കുന്ന വിദ്യാർത്ഥികളെ ഒരു ഇൻ്റർവ്യൂവിന് സെലക്ട് ചെയ്യും. ആ ഇൻ്റർവ്യൂവിൽ വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു മെഡിക്കൽ ഫിറ്റ്നസ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അതും പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് ഈ 3 കടമ്പകളിലൂടെ കടന്നു വേണം നാം മിലിറ്ററി നേഴ്സിംഗ് കോഴ്സിലേക്ക് ഒരു എലിജിബിലിറ്റി നേടിയെടുക്കാൻ. അങ്ങനെ പഠിക്കാൻ പെൺകുട്ടികൾക്ക് മാത്രമാണ് അവസരമുള്ളത്. അതുകൊണ്ട് തന്നെ 2023 +2 കംപ്ലീറ്റ് ചെയ്ത ഒരു BSc നഴ്സിംഗ് കോഴ്സ് മിലിറ്ററി നഴ്സിംഗ് ക്യാമ്പസുകളിൽ പഠിച്ച് ഏറ്റവും നല്ലൊരു ഡെസിഗ്നേഷനിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന, സൗജന്യമായി ഈ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും തീർച്ചയായും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഈ ടെസ്റ്റിലും ഇൻ്റർവ്യൂവിലും മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിലും പങ്കെടുക്കുക. വിജയിയായാൽ ഇന്ത്യയിൽ 220 സീറ്റുകളിലേക്ക് അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്ന മിലിറ്ററി നഴ്സിംഗ് കോഴ്സിലേക്ക് നിങ്ങൾക്കൊരു അഡ്മിഷൻ നേടിയെടുക്കാം. വീണ്ടും ഓർക്കുക, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 4. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് joinindianarmy.nic.in. ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ കാറ്റഗറിയിൽ വരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും 200 rupees ആണ്. SC ST കാറ്റഗറിയിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഫീസ് ഇല്ലാതെയും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഇങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് അല്ലെങ്കിൽ എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലുള്ള പുതിയ അപ്ഡേഷൻസ് കൃത്യമായി വിദ്യാർത്ഥികളിലേക്കും രക്ഷിതാക്കളിലേക്കും എത്താൻ നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിനോടൊപ്പം ഈ വർഷം ഇതേപോലെ പരീക്ഷകളിൽ ഏറ്റവും നല്ലൊരു വിജയം നേടാൻ സാധിച്ചില്ല, എനിക്ക് നീറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് എനിക്കൊരു മിലിറ്ററി നഴ്സിംഗ് കോഴ്സിലേക്ക് ആഗ്രഹമുണ്ടായിട്ടും എത്താൻ സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഈ വർഷത്തെ എക്സാമിനേഷനിൽ വിജയിക്കാൻ പറ്റാതെ പോയത് നമ്മുടെ പ്രിപ്പറേഷൻ്റെ, നമ്മുടെ ഒരുക്കത്തിൻ്റെ കുറവുകൾ കൊണ്ടാവാം. ആ കുറവുകളെ കറക്റ്റ് ചെയ്യുന്നതിലൂടെ 2024 മെഡിക്കൽ സെക്ടറിലെ ഏത് പരീക്ഷകളും ആവട്ടെ, അത് BSc നഴ്സിംഗ് സെക്ടറിലെ പരീക്ഷകളോ മിലിറ്ററി സെക്ഷനിലേക്ക് വരുന്ന നേഴ്സിംഗ് കോഴ്സുകളുടെ അഡ്മിഷനോ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകളോ MBBS കോഴ്സുകളോ നീറ്റിലൂടെ അഡ്മിഷൻ കിട്ടുന്ന ഏത് കോഴ്സും ആവട്ടെ, 2024 ഏത് പരീക്ഷകൾക്കും വിജയിക്കാൻ ഇനി ഒരു 1 ഇയർ റിപ്പീറ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് നന്നായി നാം പഠിച്ചൊന്നൊരുങ്ങിയാൽ മതി. അവിടെയാണ് പേഴ്സണൽ അറ്റൻഷനോടെ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റവുമായി ആൽഫ അക്കാഡമി നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. കഴിഞ്ഞ 23 വർഷമായും പേഴ്സണൽ അറ്റൻഷനിലൂടെയാണ് ഇതുപോലുള്ള ഏറ്റവും നല്ല വിജയങ്ങൾ ആൽഫ അക്കാഡമി വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നത്. പേരൻസിനോടൊപ്പം ചേർന്ന് നിന്നാണ് പഠിപ്പിക്കുന്നത്. ഏറ്റവും നല്ല സൗകര്യങ്ങളാണ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കി കൊടുക്കുന്നത്. ഡെയിലി എക്സാമിനേഷൻ നടത്തിയാണ് കുട്ടികളുടെ പ്രോഗ്രസ്സുകൾ അനലൈസ് ചെയ്യുന്നത്. ഇങ്ങനൊരു സിസ്റ്റത്തിൻ്റെ പാർട്ടായി 2024 എൻട്രൻസ് എക്സാമിനേഷനെ വിജയിക്കാൻ ആൽഫയുടെ ക്യാമ്പസിലേക്ക് നിങ്ങൾക്ക് എത്താം. അത് മെഡിക്കൽ സെക്ടറോ എഞ്ചിനീയറിംഗ് സെക്ടറോ ഏതുമാവട്ടെ, റിപ്പീറ്ററിലൂടെ വിജയിക്കാൻ ആൽഫയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയം നേടി മടങ്ങാം. ബെസ്റ്റ് വിഷസ്.